ഹലോ വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇത് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ നടക്കുന്ന ഫ്ലവർ ഷോയുടെ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്ന ബോൺസായി മരങ്ങളുടെ കൂടിയാണ്. ഇവിടെ മത്സര വിഭാഗത്തിലും പ്രദർശന വിഭാഗത്തിലുമായി വളരെയധികം ബോൺസായി മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് ഇതിന്റെ പ്രദർശന വിഭാഗത്തിലെ വൃക്ഷങ്ങളെ ഒന്ന് കണ്ടതിന് ശേഷം മത്സര വിഭാഗത്തിലേക്ക് വരാം. ഓക്കെ, ഇവിടെയാണ് പ്രദർശന വിഭാഗം ആരംഭിക്കുന്നത്. ഇവിടെ ചെറുതും വലുതുമായിട്ട് പല കൺസെപ്റ്റ്സും ടെക്നിക്സും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന പലതരം ബോൺസായി മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അധികമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആൽമരത്തിന്റെ, അതായത് നമ്മുടെ ഫൈക്കസ് വിഭാഗത്തിൽപ്പെട്ട മരങ്ങളാണ്. അതിനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ ആൽമരങ്ങളെ ബോൺസായി ആക്കി മാറ്റാൻ വളരെ എളുപ്പമാണ് എന്ന് തന്നെയാണ്. ഇനി ആൽവർഗ്ഗങ്ങൾ കൂടാതെ വാളൻപുളി മരങ്ങളും അത്തിയും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതും കാണാൻ സാധിക്കും. ഇതിലെ ഓരോ മരങ്ങളിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കൺസെപ്റ്റ്സും പല ടെക്നിക്സും ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. ഒരു ബോൺസായി പ്രേമിയായ ഞാൻ ഇതിനു മുമ്പും പല ബോൺസായി ഷോകളുടെയും വീഡിയോകൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ബോൺസായി ഉണ്ടാക്കിയെടുക്കുന്നതിന് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ബോൺസായിയെക്കുറിച്ചും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുമൊക്കെ പഴയ വീഡിയോകളിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വൻ വൃക്ഷങ്ങളെ അതിൻ്റെ സ്വാഭാവിക ലുക്ക് കിട്ടുന്ന രീതിയിൽ ചെറിയ ചട്ടികളിലോ ട്രേകളിലോ ഒക്കെ വളർത്തിയെടുക്കുന്ന ഒരു കലയാണ് ബോൺസായി. എന്തായാലും ബോൺസായിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് വാദഗതികൾ ഉണ്ടെങ്കിലും തൽക്കാലം അതിലേക്ക് കടക്കാതെ നമുക്കിതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ഇവിടെ ഈ പ്രദർശന വിഭാഗത്തിലെ ബോൺസായി മരങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പക്കു ബോൺസായി ആണ്. ഇനി നമുക്ക് മത്സര വിഭാഗത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല വീടുകളിൽ നിന്നും കൊണ്ടുവന്ന പലതരത്തിലുള്ള ബോൺസായി മരങ്ങളെ കാണാൻ സാധിക്കും.
ഇവിടെ ആൽമരങ്ങളെ കൂടാതെ മാവ്, പേര, പുളി, സപ്പോട്ട, ബൊഗൈൻവില്ല അങ്ങനെ ഒരുപാട് വെറൈറ്റി മരങ്ങളുണ്ടെങ്കിലും ഇത് വളരെ കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം അതിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുന്നില്ല എന്നെനിക്ക് തോന്നി. എന്തായാലും നമുക്കിതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ബോൺസായി പ്രേമികൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സെയിം ടേസ്റ്റുള്ള ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്. ഓക്കെ.